ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം റാവിസ് ഹോട്ടലിലെ ഷെഫായ സുരേഷ് പിള്ള സാറിൻ്റെ കരിമീൻ നിർവ്വാണ റെസിപ്പിയുമായിട്ടാണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഷെഫിൻ്റെ പല റെസിപ്പീസ് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഈ ഫിഷ് നിർവ്വാണ അതിൽ വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കരിമീൻ ഇന്ന് കിട്ടിയപ്പോൾ തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ഫിഷ് നിർവ്വാണ ഒന്ന് ഉണ്ടാക്കി നോക്കി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം എടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ നീര്. നമുക്ക് ആദ്യം ഈ നാരങ്ങ എടുത്ത് ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കൂടി ഷെഫ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏത് ഫിഷ് ആവട്ടെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുള്ള് ടച്ച് ചെയ്യുന്ന രീതിയിൽ അടുപ്പിച്ച് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് മസാല അതിലോട്ട് നല്ലതുപോലെ അകവും പുറവും ഒക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. മുള്ളു വരെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയണം എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിനേഷൻ ടൈമിൻ്റെ കാര്യമാണ്. മാരിനേഷൻ ടൈം എന്ന് പറഞ്ഞാൽ മിനിമം 30 മിനിറ്റെങ്കിലും എല്ലാ മീനും മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് പൊരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് പൊരിക്കുക എന്നാണ് പറഞ്ഞു തരുന്നത്. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഷെഫ് പറഞ്ഞു തന്ന ഈ ടിപ്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുവാണ്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ തന്നെ ഇതിൽ ഉപയോഗിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു സൈഡ് നമുക്കൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു 4 മിനിറ്റും കൂടി ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് പാകത്തിനുള്ള വേവായി കഴിഞ്ഞിരിക്കും. ഇതിലും കൂടുതൽ ടൈമിലൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം ഇടുന്തോറും ഇതിൻ്റെ ഫിഷിൻ്റെ ഒരു ജ്യൂസ് നഷ്ടപ്പെടും. കാരണം എന്നിട്ട് അത് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ടൈം കറക്റ്റാണ്. ഇങ്ങനെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിവിടെ സൈഡിൽ ഇരിക്കട്ടെ. തീ ഓഫ് ചെയ്യുക. ഇനി ഷെഫ് പറയുന്ന രീതിയിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഫിഷ് ഫ്രൈ അല്ലേ ആയിട്ടുള്ളൂ. ഇനി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു കുഴിയുള്ള ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു വാഴയിലയുടെ കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുഴിയുള്ള ഒരു ചട്ടി എടുക്കണം കേട്ടോ, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുവുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം ഇതിലോട്ട് 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊരിച്ചു വെച്ചിരിക്കുന്ന ഫിഷ് എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. ഞാൻ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ഫിഷ് ഫ്രൈ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. എന്നിട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഷെഫ് പറഞ്ഞ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന്റെ ഒരു ടൈം കാര്യങ്ങളൊക്കെ വളരെയധികം കറക്റ്റാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതിലോട്ട് ഇനി കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ, അതായത് 1/4 പാൽ എടുത്ത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മീനിന്റെ ഒരു സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാലിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. മാത്രമല്ല ഷെഫ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, 1/4 പാൽ തേങ്ങയുടെ നമ്മൾ എടുത്താലും അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് തന്നെ തേങ്ങാപ്പാൽ കട്ടിക്ക് ഉണ്ടാക്കി എടുത്തിട്ട് ഇതിലോട്ട് ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് മീനിന്റെ ചുറ്റിലും കിടക്കുന്ന തേങ്ങാപ്പാലിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി നമുക്ക് ആ തേങ്ങാപ്പാലിന്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഭയങ്കര എരിവായിരിക്കുന്നു. പക്ഷെ എരിവൊന്നും ഇല്ലാട്ട, പാകത്തിന് എരിവേ ഉള്ളൂ. കറക്റ്റ് മെഷർമെന്റ് ആണ് ഷെഫ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 3 പച്ചമുളക് അല്ലെങ്കിൽ 2 പച്ചമുളക് നമുക്ക് കീറിയിട്ട് ഇതിന്റെ ചുറ്റിലും ഈ കുരുമുളക് പൊടിയുടെ പുറത്തോട്ട്
വെച്ച് കൊടുക്കുക. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ അളവെടുത്തോണേ എത്ര എണ്ണം വേണം എന്നുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 2 തണ്ട് കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കുവാണ്. ഇനി ആ തേങ്ങാപ്പാലിൻ്റെ മുകളിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പ് ഉള്ളവർ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ചേർത്ത് കൊടുത്തോളുക. അതിനുശേഷം ഇനി ഈ ചട്ടിയിൽ നമ്മൾ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടുപ്പിലോട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിക്കാം. ഇപ്പം ദേ ഇവിടെ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ച് കോരി ഈ മീനിൻ്റെയൊക്കെ മുകളിലോട്ട് ഈ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയിലുള്ള തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുത്തോണ്ട് വെന്ത വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയല്ലേ തേങ്ങാപ്പാൽ വറ്റിച്ചിട്ട്, ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിനകത്തോട്ട് വരും. അങ്ങനെ ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് ഒക്കെ ആവുമ്പം നല്ലപോലെ ഒന്ന് വറ്റി വരും ഈ തേങ്ങാപ്പാൽ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ മീൻകറിക്ക് വരുന്നത്. ഇപ്പോൾ ഈ കുഴിഞ്ഞ ഒരു പാത്രത്തിൽ വാഴയില വെച്ചതുകൊണ്ട് ഇപ്പോൾ ഈ വാഴയില തന്നെ ഒരു ബൗൾ പോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വെള്ളമയം ഒക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതേപടി ഞാൻ എന്ത് ചെയ്തു, പതുക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു. ശരിക്കും ഇതിന് അധികം മസാലകൾ പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. പൊടികളായിട്ട് ആകെ കുരുമുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കട്ടിയിലുള്ള തേങ്ങാപ്പാലിൻ്റെതായിരിക്കും ഇതിന് ഇത്രയധികം ടേസ്റ്റ് വരുത്തുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കരിമീൻ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. അയല വെച്ച് പോലും നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കാം. ആവോലി, അയല, വലിയ നെയ്മീൻ്റെ പീസുകൾ എല്ലാം വെച്ച് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.